നമ്മൾ ഒരുപാട് കൊലപാതകങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇതിൻ്റെ എല്ലാം പുറകിൽ ഏതെങ്കിലും ജ്യോത്സ്യനോ മന്ത്രവാദിയോ കാണും. അപ്പോൾ ഈ ജ്യോത്സ്യം അതുപോലെ ഈ മന്ത്രവാദം എന്നൊക്കെ പറയുന്ന ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് ഈ ആളുകൾ തിരിഞ്ഞു പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ നമ്മൾ ഒരുപാട് നമുക്ക് കാണാം. അതായത് വളരെ വലിയ കാര്യമായിട്ടൊക്കെ ഓരോ വിധത്തിൽ ഓരോ മതത്തിൻ്റെ ഇത് ഇന്ന മതമൊന്നും ഇല്ല. ഇത് ജാതി മതമൊന്നുമല്ല പ്രശ്നം. അത് ഒരുപാട് ഏത് മതത്തിലായാലും ഇതേപോലെ വൃത്തികെട്ടവന്മാർ ഒരുപാട് പേരുണ്ട്. ഈ രീതിയിൽ ആളുകളെ ഇന്ന് പണം പിടുങ്ങുന്ന ആളുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും വലിയ ശക്തിയുണ്ട് എന്നങ്ങ് ബോധ്യപ്പെടുത്തും. ആദ്യം മനസ്സിലാക്കണം, ഈ ദൈവമൊക്കെ നമ്മുടെ മനസ്സിലേ ഉള്ളൂ. ഇവിടെ കാണുന്നതൊന്നും ആളുകളൊന്നും ദൈവങ്ങളല്ല എന്നൊന്നും ആളുകൾ തിരിച്ചറിയണം. അതറിയത്തില്ല. ഈ കോവിഡ് വന്നപ്പോൾ ഈ ദൈവങ്ങളൊക്കെ എവിടെ ആയിരുന്നു? ഒരൊറ്റ എണ്ണത്തിന് നമ്മൾ വെളി കണ്ടോ? ആ കാലത്ത് ഒരെണ്ണം പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. ഒരൊറ്റ ദൈവം അന്നില്ല. കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കോവിഡ് അങ്ങനെ വരുമായിരുന്നു എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ ദൈവങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ ചിലർ ഓരോരുത്തർക്ക് എന്തെങ്കിലും ഇപ്പം ഏതെങ്കിലും ഒരു അസുഖം വന്ന് എന്ന് പറഞ്ഞാൽ വളരെ വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പച്ചവെള്ളമൊക്കെ എടുത്തിട്ട് അതിലെന്തെങ്കിലുമൊക്കെ മന്ത്രമൊക്കെ ജപിച്ച് വേണമെങ്കിൽ അത് തുപ്പി ഇതുമെല്ലാം കൂടെ കൊടുത്ത് കുടിപ്പിക്കും. യവന്മാരെ കൊണ്ട് വാങ്ങിച്ച് കുടിക്കും. ഇത് വല്ലവൻ്റെയും തുപ്പൽ വാങ്ങിച്ച് കുടിക്കും. എന്നാൽ ഈ ദൈവങ്ങൾക്ക് ഇതേപോലെ സിദ്ധിയുള്ളവൻ എന്തെങ്കിലും ഒരു സൂക്കേട് വന്നാലോ ഏതെങ്കിലും കൊള്ളാവുന്ന ആശുപത്രി പോയി അന്തസ്സായിട്ട് അവിടെ കിടക്കും. എന്നാൽ അവർക്കിത് ജപിച്ച് അങ്ങ് കുടിച്ചാൽ പോരെ? അങ്ങനെ ചെയ്തില്ലല്ലോ. അതേപോലെയാണ് ഈ മന്ത്രവാദങ്ങളെന്നൊക്കെ മനസ്സിലാക്കണം. ഈ മന്ത്രവാദങ്ങളും ഈ സിദ്ധി ഉണ്ടെന്ന് പറയുന്നതൊക്കെ ഒരു കാലത്ത് അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു. അതുപോലുള്ള ആളുകളൊക്കെ നമുക്ക് അത്ഭുത സിദ്ധികളുള്ള ആളുകളായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? അത് അവരുടെ അത്രത്തോളം വലിയ ധ്യാനത്തിൽ നിന്നും ഒക്കെ അവർ നേടിയെടുത്തേക്കുന്ന സിദ്ധികളാണ്. അതൊന്നും ഉള്ള ആളുകളൊന്നും ഇന്നില്ല. അതിന് അവരുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ഒന്നുമില്ല. നമുക്ക് അങ്ങനെയുള്ള ആരെയും കാണാൻ കിട്ടത്തില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ദൈവങ്ങളെന്ന് പറയുന്ന ആളുകൾ ഇതേപോലെ ചെയ്യുന്ന പണിയാണ് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്. എന്തെങ്കിലും ഒരുത്തരെ ഏതെങ്കിലും ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു സത്യത്തിൻ്റെ എലമെൻറ്റ് വരുമെന്ന് പറഞ്ഞാൽ ഇത് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, വന്നു പോവും. അത് ഞാനിങ്ങനെ അത് പറഞ്ഞ കണ്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് അതുപോലെ എഴുതി കൈവെക്കും. എന്നിട്ട് പറയും ഏതും ഒരു ഉത്തരം എഴുതി വെച്ചേക്കും, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതി വെച്ചേക്കും. കണ്ടോ ഞാൻ അന്ന് എഴുതി വെച്ചതായത് കണ്ടോ, ഇല്ല കണ്ടോ, മനസ്സിലായില്ലേ, ഞാൻ പിന്നെ പറഞ്ഞില്ല എന്നുള്ളേ ഉള്ളൂ. ഈ രീതി ചെയ്യുന്ന ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ ജനങ്ങൾ വീഴുന്നിടത്തോളം കാലം ഇതേപോലുള്ള അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ അവിശുദ്ധ ബന്ധവും അവിഹിത ബന്ധവും അതിനോടൊപ്പം ഇതേപോലുള്ള അന്ധവിശ്വാസവും. ഈ അന്ധവിശ്വാസം ഇതിന്ന് ആളുകൾ മുക്തരാവണം. നമ്മൾ ഒരുപാട് കാണുന്നതാണ്. നെന്മാറയിലെ ഇരട്ട കൊലപാതകം ഇപ്പം നമ്മൾ കണ്ടല്ലോ. ആദ്യം ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തു ഒരു മുടി നീണ്ട സ്ത്രീയാണെന്ന്. ആ പാവം മുടി നീണ്ട സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ അമ്മയായിപ്പോയി മുടി നീണ്ടത്. അതോടുകൂടി അവരെ വെട്ടിക്കൊല്ലുകയാണ് നടന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കേസിലായി, ജാമ്യത്തിൽ ഇറങ്ങി. ഇതിൻ്റെ അച്ഛനെയും ഈ പിള്ളേരുടെ അച്ഛനെയും ആ അച്ഛൻ്റെ അമ്മയും കൂടെ അങ്ങ് കൊലപ്പെടുത്തി. ആരുമില്ലിനി ആ മക്കൾക്ക്. ആ രീതിയിലാക്കി. ഇതും അന്ധവിശ്വാസത്തിൻ്റെ ഒരു വകഭേദമല്ലേ നമ്മൾ കണ്ടത്? അതേപോലാണല്ലോ നമ്മൾ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നരഭോജിയായിട്ട് ആളുകളെ മാറ്റി ഒരുത്തനെ നമ്മൾ കണ്ടതല്ലേ. ഒരു വൃത്തികെട്ടവൻ ചെയ്ത എന്താണ്? അവനെ ഒരു മുസ്ലിം നാമധാരിയാണ്. അവൻ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ അവൻ ഈ മന്ത്രവാദം നടത്തും. അതിനെ ഈ പെണ്ണുങ്ങളെ വേണം. ഉടനെ അത് ഇവിടെ എല്ലാം നിധി നമുക്ക് കിട്ടാൻ പോവാണ്. പിന്നെ നിധി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യും. നിധി വേണം. അപ്പോൾ നിധി എടുക്കാനായിട്ട് രണ്ട് പാവപ്പെട്ട സ്ത്രീകൾ ലോട്ടറി കച്ചവടം നടത്തി കഴിയുന്ന രണ്ട് സ്ത്രീകളെ കൊണ്ടുപോയി. അവരെ തട്ടിക്കൊണ്ട് പോയതിന് ശേഷം അവരെ കെട്ടിയിട്ടിട്ട് അവരെ വിവസ്ത്രരാക്കിയിട്ട് അവരെ ശരീരഭാഗങ്ങൾ മുറിച്ചിട്ട് അത് കറി വെച്ച് ഇവരെ കൊണ്ട് കഴിപ്പിച്ചു. അവൻ ഈ വൃത്തികെട്ടം ചെയ്താണ്. അവൻ തിന്നോന്ന് നമുക്കറിയില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു ഇവരെ കൊണ്ടത് കഴിപ്പിച്ചെന്ന്. അതാണ്. അപ്പോൾ അവൻ മാനസിക രോഗിയൊന്നുമല്ല, ഇത്രയും വലിയൊരു ക്രിമിനലാണത്. ഗ്രേവ് ക്രൈം നടത്തുന്നവരാണ്. ഇതെല്ലാം ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ ആളുകൾ പോകുന്നത് കൊണ്ടല്ലേ ഈ സംഭവിക്കുന്നത്. ഇത് നമുക്ക് ഈ ലോകത്ത് നടക്കുന്നത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ മതി എന്ന് നമ്മൾ വിശ്വസിക്കണം. നമുക്ക് മതത്തിലൊക്കെ വിശ്വാസമാവാം. അതിനകത്തൊക്കെ ഒരുപാട് അന്ധവിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മതങ്ങളിലുമൊക്കെ ഉണ്ട്, ഓരോ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അത് കൊള്ളാവുന്ന കാര്യം വിശ്വസിക്കണം, കൊള്ളരുതാത്ത അങ്ങ് കളയണം. അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ നോക്കിയെടുക്കുക. ഇനി
നമുക്ക് ഇവിടെ നന്മ ചെയ്യാനായിട്ട് നമുക്ക് പരലോക ജീവിതം ഉണ്ടെന്നും അവിടെ നല്ലത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ നന്മ ചെയ്യുന്നവനല്ലേ അത് കിട്ടുള്ളൂ. ഇവിടെ നന്മ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണെന്ന് മാത്രം അതൊന്ന് മനസ്സിലാക്കുക. നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ആളുകളെ സഹായിക്കുക, ആരെയും നമ്മൾ എതിർക്കാതിരിക്കുക, ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഈ ലോകം നമ്മുടേത് മാത്രമല്ല, എല്ലാവരുടേതും കൂടാണെന്ന് നമുക്കൊരു കരുതൽ വേണം, എങ്കിലേ നടക്കുള്ളൂ.